ഒരുപാട് കാണുന്ന കേസാണ് ഈ ടെമ്പർ ടാൻട്രം, അതായത് കുഞ്ഞുങ്ങളിലെ അമിത പിടിവാശി. അപ്പം അങ്ങനെ വരുന്ന പാരൻസിൻ്റെ അടുത്ത് എന്ത് സ്ട്രാറ്റജിയാണ് പറഞ്ഞു കൊടുക്കുക ഏറ്റവും ബെസ്റ്റ്? യൂഷ്വലി ഒരു 1.5 to 2 ഇയർ മുതൽ 5 ഇയേഴ്സിലാണ് കോമൺ ആയിട്ട് നമ്മൾ ടെമ്പർ ടാൻട്രം അല്ലെങ്കിൽ ഈ പിടിവാശി കാണാറ്. കുട്ടികളുടെ ഇമോഷണൽ ബ്രെയിന് വേണ്ട രീതിയിലുള്ള മെച്യൂരിറ്റി എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു പീരീഡിൽ കുട്ടികൾ ടെമ്പർ ടാൻട്രം കാണിക്കുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാരൻറ്റ് കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർ മെച്യൂരിറ്റി എത്തിയിട്ടില്ല, അവർ അങ്ങനെ ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ കാംനെസ് നമ്മൾ ടെമ്പർ ടാൻട്രം കഴിയുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക എന്നതാണ്. കുട്ടികൾ വാശി പിടിക്കുമ്പം അതൊരു നെഗറ്റീവ് ബിഹേവിയർ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവർ വന്ന് ചോദിച്ചു, അത് പോസിറ്റീവ് ബിഹേവിയർ. പക്ഷേ വാശി പിടിച്ചു, കരഞ്ഞു, അല്ലെങ്കിൽ തലയിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ബിഹേവിയർ. അപ്പോൾ ആ ഒരു ബിഹേവിയറിന് നമ്മൾ ആ ഒരു ടൈമിൽ ഒരു മുഖം കൊടുക്കാണ്ടിരിക്കുക എന്നത് തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ ഇഗ്നോർ ചെയ്തിട്ടും മാറുന്നില്ല, നീണ്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഔട്ട് പറയാവുന്നതാണ്. ഒരു കോർണറിലോ ഒരു റൂമിലോ കുറച്ച് നേരം സേഫായിട്ട് അവരെ മാറ്റിയിരുത്തുക. അവർ സ്വയം റെഗുലേറ്റ് ചെയ്യുന്നവരെ അവരെ മാറ്റിയിരുത്തുക എന്നതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന സ്ട്രാറ്റജി. അതോടൊപ്പം തന്നെ ടെമ്പർ ടാൻട്രം കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ടെമ്പർ ടാൻട്രം അല്ലെങ്കിൽ ഈ വാശി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ ആ റിയലൈസേഷനിൽ അവർക്ക് എത്തിക്കുക എന്നത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാണുന്ന കേസാണ് ഈ ടെമ്പർ ടാൻട്രം, അതായത് കുഞ്ഞുങ്ങളിലെ അമിത പിടിവാശി. അപ്പം അങ്ങനെ വരുന്ന പാരൻസിൻ്റെ അടുത്ത് എന്ത് സ്ട്രാറ്റജിയാണ് പറഞ്ഞു കൊടുക്കുക ഏറ്റവും ബെസ്റ്റ്? യൂഷ്വലി ഒരു 1.5 to 2 ഇയർ മുതൽ 5 ഇയേഴ്സിലാണ് കോമൺ ആയിട്ട് നമ്മൾ ടെമ്പർ ടാൻട്രം അല്ലെങ്കിൽ ഈ പിടിവാശി കാണാറ്. കുട്ടികളുടെ ഇമോഷണൽ ബ്രെയിന് വേണ്ട രീതിയിലുള്ള മെച്യൂരിറ്റി എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു പീരീഡിൽ കുട്ടികൾ ടെമ്പർ ടാൻട്രം കാണിക്കുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാരൻറ്റ് കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർ മെച്യൂരിറ്റി എത്തിയിട്ടില്ല, അവർ അങ്ങനെ ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ കാംനെസ് നമ്മൾ ടെമ്പർ ടാൻട്രം കഴിയുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക എന്നതാണ്. കുട്ടികൾ വാശി പിടിക്കുമ്പം അതൊരു നെഗറ്റീവ് ബിഹേവിയർ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവർ വന്ന് ചോദിച്ചു, അത് പോസിറ്റീവ് ബിഹേവിയർ. പക്ഷേ വാശി പിടിച്ചു, കരഞ്ഞു, അല്ലെങ്കിൽ തലയിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ബിഹേവിയർ. അപ്പോൾ ആ ഒരു ബിഹേവിയറിന് നമ്മൾ ആ ഒരു ടൈമിൽ ഒരു മുഖം കൊടുക്കാണ്ടിരിക്കുക എന്നത് തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ ഇഗ്നോർ ചെയ്തിട്ടും മാറുന്നില്ല, നീണ്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഔട്ട് പറയാവുന്നതാണ്. ഒരു കോർണറിലോ ഒരു റൂമിലോ കുറച്ച് നേരം സേഫായിട്ട് അവരെ മാറ്റിയിരുത്തുക. അവർ സ്വയം റെഗുലേറ്റ് ചെയ്യുന്നവരെ അവരെ മാറ്റിയിരുത്തുക എന്നതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന സ്ട്രാറ്റജി.